എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ശുപാർശ ചെയ്തിരുന്നോ എക്സ്പെർട്ട് കമ്മിറ്റി 5:3:1? അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികള് പുറകിലേക്ക് പോയെന്ന് നിങ്ങൾ പറയുന്നു. അതിപ്പോ നമ്മൾ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോർമുല അല്ല. 2012 മുതൽ നിലവിലുള്ളതാണ്. 11 തീരുമാനത്തിലെത്തി 2012 മുതൽ സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. നിലവിലുള്ള ആ ഫോർമുല അനുസരിച്ച് ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ പുറത്തു പോയെന്ന് നിങ്ങൾ പറയുന്നത്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. അല്ലാതെ അത് ഈ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമല്ല. നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. ഫോർമുലയല്ല. മാറ്റാമായിരുന്നില്ല എന്നാണ് കോടതി ചോദിച്ചത്. കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല. വലിയ കോടതി ആവണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം തന്നെയല്ലേ. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ശുപാർശയെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വലിയ കോടതിയാവേണ്ട. പക്ഷേ ഇന്നലെ ഹൈക്കോടതി ചോദിച്ചു. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് കോടതിയിലേക്ക് ചെന്നത്. കോടതി ചോദിച്ചു, വളരെ പെട്ടെന്ന് എടുത്തു കൊടുത്തു. അത് കോടതി ആ ഉത്തരവിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു. എല്ലാവർക്കും കിട്ടുന്ന ആ വിവരമാണ് എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് മന്ത്രി നിഷേധിക്കുന്ന അതിൽ അവരുടെ ധാർഷ്ട്യവും എങ്ങനെയാണ് മാധ്യമങ്ങളോട് പെരുമാറുന്നത്. മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളാണല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ അവിടെ നിന്ന് ഏതെങ്കിലും റിപ്പോർട്ടറുടെ മകനോ മകളോ സഹോദരനോ സഹോദരിയോ ഒന്നും എൻട്രൻസ് ചെയ്തിട്ടുണ്ടാവില്ല. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഒരു സൂപ്പർ പവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഡോക്ടർ അച്യുത് ശങ്കർ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇത് ആ സമിതിയുടെ ശുപാർശയല്ല. ഉടൻ നടപ്പാക്കാൻ സമിതി ആവശ്യപ്പെട്ടിട്ടില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒരു സൂപ്പർ പവർ ഉണ്ടാവും. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. കാരണം ഇവിടെ മന്ത്രി ശ്രീമതി ബിന്ദു പറയുന്നത് പോലെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളോട് അവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ, അവർക്ക് കൂടി നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇക്വിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഈ തുഗ്ലക്ക് പരിഷ്കാരം കൈക്കൊള്ളുന്നത് പരീക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് വേണം. അതും വിദ്യാഭ്യാസ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു കൺകറൻസോട് കൂടി പൊതുസമൂഹത്തിന് കൂടി സ്വീകാര്യമാണ് എന്ന തോന്നലുണ്ടായതിനു ശേഷം. കാരണം ഇത് കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച കാര്യമാണ്, രക്ഷിതാക്കൾക്ക് സ്റ്റേക്ക് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർബിട്രറി ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല. ഈ തീരുമാനം കേവലം ആർബിട്രറി ആണ് എന്നത് മാത്രമല്ല, ഞാൻ കരുതുന്നത് ഇത് ഫേവറിറ്റിസം കൂടിയാണ്. അത് നിന്റെ പാരമ്പര്യം, എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. മന്ത്രി ബിന്ദു ഇനി അഥവാ എന്തെങ്കിലും കാരണത്താൽ അവർ ചൊല്ലിയിരുന്ന സത്യവാചകം മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പ്രീതിയും ഭീതിയും കൂടാതെ പ്രവർത്തിക്കും എന്നതായിരുന്നു അവരുടെ സത്യവാചകം. ഇവിടെ പ്രീതിയാണ് ഞാൻ കാണുന്നത്, അഥവാ മന്ത്രി കാട്ടിയിരിക്കുന്നത് പ്രീതി തന്നെയാണ്. പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും മാർക്ക് ഒന്നിച്ച് തിരുത്തുന്നതിന് സമാനമായി റാങ്ക് ലിസ്റ്റ് ശീർഷാസനം ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഒരു തിരുത്തലാണ് വരുത്തിയിരിക്കുന്നത്. ഒരു കണ്ടീഷൻ പറഞ്ഞതിന് ശേഷം അതിനനുസരിച്ചിട്ട് എക്സാം നടത്തുക, അത് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, നോർമലൈസ് ചെയ്യുക. അതിനു പകരം ഇത് കഴിഞ്ഞതിന് ശേഷം വേറൊരു റേറ്റ്. നമ്മളൊരു ടാക്സി പിടിച്ചതിന് ശേഷം റേറ്റ് ഫിക്സ് ചെയ്തിട്ട് പോയി അവിടെ ഇറങ്ങി കഴിയുന്ന സമയത്ത് വേറൊരു റേറ്റ് നമ്മളോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ അതിന് സമാനമായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം എന്ന രീതിയിലത്തേക്ക് ഇങ്ങനെ ഒരു നടപടി കൈക്കൊണ്ടാൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള യുക്തിയുണ്ടോ? ഇല്ല. പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണോ? അല്ല. വെയിറ്റേജും നോർമലൈസേഷനും അനുപാത നിർണയവും നടത്തേണ്ടത് ഇങ്ങനെയാണോ? തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അപ്പൊ ഈ മാറ്റം നടപ്പാക്കണമെന്നൊരു ശുപാർശ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോ തന്നെ നടപ്പാക്കിയിരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ അവിടെ നടന്നിരിക്കുന്നത് എന്താണ്? എങ്കിൽ പിന്നെ നടന്നിരിക്കുന്നത് പ്രീതിയോടുകൂടി ഫേവറിറ്റിസത്തോടു കൂടി മന്ത്രി പെരുമാറി എന്നത് മാത്രമാണ്. എന്നെ സംശയിക്കരുത്. ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് തീരുമാനത്തിൽ കൺവിക്ഷനോടുകൂടി സംസാരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സത്യപ്രതിജ്ഞ ലംഘനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിന് പറയുന്ന ന്യായം എന്താന്ന് നോക്കൂ. ഈ ആഘോഷ പരിപാടികളിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ ഉത്സവ കമ്മിറ്റിക്ക് അധികാരമുണ്ട് എന്ന് ഈ അമ്പല കമ്മിറ്റി നോട്ടീസുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വരിയുണ്ട്. ആ വരി ഈ പ്രോസ്പെക്ടസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണ്ട. അപ്പൊ അതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നതാണ് എങ്കിൽ ഈ പ്രോസ്പെക്ടസിൽ ഒറ്റ വരി മതിയായിരുന്നു. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഞങ്ങൾക്ക് സൗകര്യം ഉള്ളതുപോലെ ചെയ്യും എന്ന് മാത്രം എഴുതി വെച്ചാൽ മതിയായിരുന്നു.
അതല്ല എങ്കിൽ സ്റ്റേറ്റ് സിലബസിലുള്ള ആൾക്കാർക്ക് മാത്രം പരിഗണന, മറ്റുള്ള ആൾക്കാർക്ക് പരിഗണനയില്ല എന്നെഴുതിയാൽ മതിയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും ഏക്കൂല. അല്ലെങ്കിൽ ICSE-ലോ CBSE-ലോ പഠിക്കുന്ന ആൾക്കാർ ഇവിടെ പരീക്ഷ എഴുതേണ്ടതില്ല എന്നങ്ങ് എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. അതല്ലാതെ ഈ പരീക്ഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഇവാലുവേഷനും കഴിഞ്ഞ് 50-50 എന്ന് പറഞ്ഞിട്ട് മാർക്കും വെച്ചിട്ട് പിള്ളേരുടെ +2 റിസൾട്ടിന്റെ മാർക്കും വന്ന് ആ മാർക്കും ഇതും കൂടി ചേർത്ത് കൺസിഡർ ചെയ്ത് 1:1:1 എന്നും പറഞ്ഞിട്ട് കണക്കിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും മാർക്ക് വെച്ച് അതെല്ലാം തീരുമാനിച്ചിട്ട് നോർമലൈസ് ചെയ്തിട്ട് 300-ൽ മാർക്ക് കണക്കാക്കുമ്പോൾ അതിൽ പിന്നീട് കണക്കിന് സൂപ്പർ വെയിറ്റേജ്, കണക്കിന് കിട്ടുന്ന വെയിറ്റേജിനേക്കാൾ എത്രയോ താഴെയാണ് കെമിസ്ട്രിയുടേത്, ഇതിനിടയ്ക്ക് നിൽക്കുന്നത് പോലെ ഫിസിക്സിന് എന്ന രീതിയിലത്തേക്ക് ഈ സ്കീമിനെ നിങ്ങൾ ഓൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോടതി ശരിയായി പറഞ്ഞതുപോലെ കളി ആരംഭിച്ച ശേഷം കളി നിയമം മാറ്റുന്നതിന് തുല്യമായിട്ടുള്ള കാര്യം. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരമായി കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണതയിലെ ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. ഇതിനു മുമ്പ് നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ സമയത്തും മന്ത്രി പെരുമാറുന്നത് ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ ഒന്നുമല്ലെങ്കിലും പിണറായി വിജയൻ ഇത്തിരി ധാർഷ്ട്യമൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്കത് ശീലമാണ്. അത് കാണുന്നതിന് ഒരു ഭംഗിയെങ്കിലും ഉണ്ടെന്നെങ്കിലും പറയാം. ഇതെന്തായി കാണിക്കുന്നത്? മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ആരാണ് ഈ മാധ്യമപ്രവർത്തകർ? മാധ്യമപ്രവർത്തകർ ഇവിടെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക്, വോട്ടർമാർക്ക്, ഈ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട് ശ്രീ ശ്രീജിത്ത് പണിക്കർ. പിണറായി വിജയൻ ആണെങ്കിൽ കടക്ക് പുറത്തെന്ന് പറയും, ഈ മന്ത്രി ഞാനങ്ങ് പുറത്ത് കടക്കുകയാണെന്ന് പറയുന്നു. അത്രയും വ്യത്യാസമുണ്ട്. ഇങ്ങനെ അനാവശ്യമായിട്ട് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ ആൾക്കാരുടെ താല്പര്യത്തിനെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പോലുമില്ലാതെ കോടതിയിൽ നിന്ന് മുഖത്തടച്ചിരിക്കുന്ന ഒരടി സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വിശേഷ്യ കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു ചമ്മലുണ്ട്. ആ ചമ്മൽ കോടതിയിൽ തീർക്കാൻ പറ്റില്ല. കോടതി കാലവാരി നിലത്തടിക്കും ഈ വാദവും കൊണ്ട് സർക്കാരിന്റെ അഭിഭാഷകനോട് പോയാൽ. അപ്പൊ പിന്നെ നടക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് ഈ ചോദ്യം ചോദിക്കുന്ന ആളിന്റെ നെഞ്ചത്ത് കുതിര കയറാനായിട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. അത് മാത്രമാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ഇത് കണ്ടിട്ട് അങ്ങ് ഞെട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ ഞെട്ടിയേക്കാം. അങ്ങനെ ഞെട്ടുന്നവനൊന്നും ചോദ്യം ചോദിക്കത്തുമില്ല. അല്ലാതെ തണ്ടല്ലുറപ്പുള്ള ആൾക്കാർ ഇത് ചോദിക്കും. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. ഇവര് ശ്രദ്ധ ഊന്നേണ്ടുന്ന ഒരൊറ്റ കാര്യത്തിൽ ഒഴികെ എല്ലാത്തിലും ഇവരുടെ ശ്രദ്ധ ചെല്ലുന്നുണ്ട്. ഇവരുടെ ശ്രദ്ധ ഊന്നേണ്ടുന്നത് എന്തിലാണ്? ഉന്നത വിദ്യാഭ്യാസം എന്നതിലാണ്, അവിടുത്തെ അധ്യയനത്തിലാണ്, വിദ്യാർത്ഥികളിലാണ്, അവിടെ നടക്കുന്ന സിലബസിലാണ്. ഈ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല. അതെങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ, മറ്റുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്ന രീതിയിലത്തേക്ക് പ്രവർത്തിക്കുക. പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ 16 അടിയന്തരമാണ്. ആ 16 അടിയന്തരത്തിലെ ഒരു ചടങ്ങെന്ന രീതിയിലത്തേക്ക് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അഹങ്കാരമാണ്. ഈ പാദം മുതൽ ശിരസ് വരെ ഇരിക്കുന്ന അഹങ്കാരമാണ്. ആ അഹങ്കാരം കൊണ്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഇങ്ങനെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ മാത്രമേ ഈ ഉന്നതമുള്ളൂ, അല്ലാത്തത് താഴ്മയാവാം. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? അവൻ മറ്റുള്ള ആൾക്കാരോട് ഇടപെടുന്ന സമയത്ത്, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അല്പം വിനയത്തോടു കൂടി പെരുമാറാം. ഈ വിനയം എന്നൊക്കെ പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണെന്ന്. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. അല്ലാതെ മന്ത്രിയായി എന്ന് കരുതിയിട്ട് എനിക്ക് വിനയമൊന്നും വേണ്ട, എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ഇഷ്ടം വിനയമൊന്നും വേണ്ടായിരുന്നു, വകതിരിവോടെ കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.